നമുക്ക് കുറച്ച് കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മീൻ മുളകിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മീൻ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നാക്കുന്ന സമയത്ത് നമ്മുടെ കത്തി ഇതേപോലെ തിരിച്ചു പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പഴകിയ മീനാണെങ്കിലും പുതിയ മീനാണെങ്കിലൊക്കെ നല്ല ഫ്രഷായി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ മീൻ മുറിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് മീൻ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടാൻ നോക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ കുറച്ചധികം മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ ആ ടൈമിലൊന്നും മീൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മീൻ കിട്ടുന്നത് കേട്ടോ. അത് മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിക്കാനല്ലേ. മുളകിട്ടാലൊക്കെ അടിപൊളിയായിരിക്കും. കപ്പയും മീൻ കറിയും അല്ലെങ്കിൽ ചക്കയും മീൻ കറിയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ചോറിന് വേണ്ടിയിട്ടാണ് കറിയാക്കുന്നത് കേട്ടോ. ചക്കയും പൂളയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മീൻ നന്നാക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ മീനൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടോ. അടിപൊളി ടിപ്പാണ്. പെട്ടെന്ന് നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അടുത്ത വീഡിയോയിൽ നമ്മളെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതാ നമ്മുടെ ഗ്യാസിൽ മൺചട്ടിയിൽ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് ഇടുന്നവരുണ്ടാവില്ലേ മീൻ കറിയിൽ. ഞങ്ങളിവിടെ ഉലുവയാണ് ഇട്ട് താളിക്കാറ്. ഫസ്റ്റ് ഉലുവയാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഉള്ളിയോ വലിയൊരു ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി കുറച്ചധികം ചെറിയ ഉള്ളിയോ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ. നല്ലോണം വെന്തതിന് ശേഷം മാത്രം നമ്മുടെ തക്കാളി ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി മര്യാദക്ക് വാടി വരില്ല കേട്ടോ. ഞാനിതാ കരിവേപ്പിലയും ഇഞ്ചിൻ്റെ പേസ്റ്റ് നമ്മളിതാ ഈ ഒരു പാക്കറ്റ് നമ്മളിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങലാണ് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വാങ്ങുന്നതിനേക്കാളും ലാഭം ഇങ്ങനെ പാക്കറ്റ് വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പാക്കറ്റിന് 5 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് 3-4 തവണ യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിലുണ്ടാവും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അരച്ചിട്ടാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നമുക്ക് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വേഗം വാടി കിട്ടും. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. വഴറ്റിയിട്ട് പിന്നെ ലാസ്റ്റാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ചില സമയത്ത് അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കൽ. ഇന്ന് ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തക്കാളി. പിന്നെ അതാ നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടി. ഇത് ഞാൻ വലിയ ജീരകം ഞാൻ വറുക്കാതെ തന്നെ പച്ചക്ക് തന്നെ നമ്മൾ ചെറിയ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കലാണ് കേട്ടോ. ഞാൻ ഇറച്ചിയിലും മീനിലൊക്കെ അതാണ് ചേർക്കൽ. അതുകൊണ്ട് നമുക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് തക്കാളി അരച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിന്ന് തക്കാളി അരച്ചൊഴിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഞാൻ മുറിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ തക്കാളി അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിലത്തെ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങി വരും കറിയിലേക്ക്. പിന്നെ നമ്മൾ പുളി അധികം ചേർക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ. തക്കാളിൻ്റെ പുളി തന്നെ മതി.
പിന്നെ ആ ഒരു ജാർ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചുവറ്റി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പരിപാടി ഇനി എന്താണെന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവും പുളിയൊക്കെ കറക്റ്റാണ്. ഞാൻ അതിലേക്ക് പുളിവെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 3 ചെറിയ തക്കാളിയാണെങ്കിൽ 3 തക്കാളി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു 2 തക്കാളി മതി. എന്നിട്ട് അതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ നല്ല പുളിയായിരിക്കും. പിന്നെ നമ്മൾ ആ പുളിത്തക്കാളി തന്നെ വേണം കേട്ടോ. തക്കാളി തന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ, ഒന്ന് നീളത്തിന് ഒരു ഏകദേശം ഒരു നീള ടൈപ്പും പിന്നെ ഒരു റൗണ്ട് ടൈപ്പും ആയി വരുന്ന 2 വീതം തക്കാളികളുണ്ട് അല്ലേ. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ അത് നല്ലോണം തിളച്ച് നമ്മുടെ കറി വറ്റി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം കറിയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചോറും ഞാൻ അടുപ്പത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചോറും അതാ നല്ലോണം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാർക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഊറ്റുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ചോറ് വാർത്തതിന് ശേഷം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് നിന്നിട്ട് വെന്താരായതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് ഞാനിവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പിയാൽ മതി. ഇത്തിരി പപ്പടമൊക്കെ കാച്ചാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.